ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. നബി തങ്ങളെ കണ്ടാ കൊതി തീരില്ല, നബി തങ്ങളോട് സംസാരിച്ചാ മതി വരില്ല, നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നബി തങ്ങളോട് സംസാരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കണം, നബി തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, സൗബാ നിനക്കെന്തു പറ്റി സൗബാ? സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാര് എല്ലും തോലുമായി എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ നടന്നു പോകുന്ന സൗബാരെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കെന്തു പറ്റി സൗബാര്? എന്തേ നിന്റെ പ്രശ്നമെന്തേ? നിനക്ക് വല്ല രോഗവുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ, വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ്. നബി തങ്ങൾ അടുത്ത് വിരുത്തിയിട്ട് ചോദിച്ചു, എന്തേ നിന്റെ പ്രശ്നമെന്തേ? എന്തേ നിന്റെ പ്രശ്നമെന്തേ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വരുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങയെ കാണാതെ വന്നാ എനിക്ക് പറ്റുന്നില്ല നബിയേ, എനിക്ക് ടെൻഷനാകുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങളെ കണ്ടവര് കണ്ടാ കൊതിക്കുകയാണ്, നബി തങ്ങളുടെ കൂടെ ഇരുന്നവരിയ്ക്കാൻ കൊതിക്കുകയാണ്, നബി തങ്ങളുടെ സംസാരം കേട്ടവർക്ക് കേൾക്കാൻ കൊതി തോന്നുകയാണ്, യാത്ര ചെയ്തവർക്ക് കൂടെ നടക്കാൻ തോന്നുകയാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, സ്വഹാബത്തിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവവും അങ്ങനെയാകണം.